അങ്ങോട്ടൊന്ന് മക്കളേക്ക് അറിയണം. നിങ്ങളെ വിളിച്ചോണ്ട് വന്ന് ഞാനോട് വന്നപ്പോഴത്തേക്ക് അക്കമാണ് വേറെ തെളിവിക്കാൻ തുടങ്ങിയത്. എന്തോ നിങ്ങളുമായിട്ട് അക്ഷയത്തെയാണ് വിളിക്കുന്നത് എന്തോന്ന് എനിക്ക് അറിയത്തില്ല. അക്ഷയത്തെന്ന് വിളിച്ച് സംസാരിക്കാനായിട്ടാണ് ഈ കഴിയാൻ ഒരു ദിവസം അന്ന് വഴിയുടെ ഇതും അക്ഷയ വിളിച്ച് ഞാനങ്ങോട്ട് വരിക അക്ഷയത്താണെന്നാണ് എനിക്ക് വിളിക്കാൻ തുടങ്ങിയത്. എന്തോന്ന് അക്ഷയത്തെ വിളിച്ചുള്ള സംസാരമൊക്കെ എന്തോന്ന് അറിയത്തില്ല. പണിക്കുളത്ത് ബന്ധമുള്ളത് നിങ്ങളെ അക്ഷയത്തെ വിളിച്ചു തുടങ്ങി ഈ കഴിയാനെന്ന് പറയുന്നത്. അക്ക പോലെ എന്താ അക്ഷയല്ലേ ഈ കഴിയാൻ ആരാ അക്ഷയെ വിളിക്കാൻ എങ്ങാണ്ട് കേട്ട വണ്ടി കഴിയാൻ സുബ്രഹ്മണ്യൻ കഴിയാന്ന് പറയുന്നവൻ രോഗമൊക്കെ കൈവച്ചിരിക്കാൻ പറഞ്ഞിട്ടോ എന്റെ രോഗം എന്റെ രോഗം അത് കുറെ രോഗങ്ങളൊക്കെ ഉണ്ടോ കൈവച്ചിരുന്നാൽ മതി. ഇങ്ങോട്ടൊക്കെ നടന്ന രോഗമൊന്നും ഒരവന്റെ സഹായങ്ങൾ തിരിച്ചാകുന്നു. ഇതോടെ ഞാൻ ജീവിക്കുന്നുണ്ട്. അവർക്ക് മാത്രമല്ല രാജ്യം മുഴുവൻ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എഴുതിയേ അത് ശരിക്കും കോപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട് നാട്ടിലുള്ളവർക്കെല്ലാം. അത് കഴിയാന്റെ മോനെ ഭർത്താവാക്കി വെച്ചുകൊണ്ടിരുന്ന കഥകൾക്കൊക്കെ ഉണ്ടാക്കിയതെല്ലാം ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രമാണം വെച്ച് രാജ്യത്തുനിന്ന് കള്ളക്കട ഉണ്ടാക്കി കൊല്ലാൻ നോക്കി കഥകളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് എഴുതി കേട്ടോ. വെറുതെ വരുന്നില്ല അവരൊന്നും ചിന്തിക്കാനും അഴിച്ചിരിക്കാതെ മുഖത്തോട്ട് ലേഖനടിച്ച് എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. നാട്ടുകാർ അറിയണം ഇതെല്ലാം. പോലീസിനെ നിർത്താം. കോടതി മാത്രം അറിഞ്ഞാൽ പോലെ നാട്ടുകാർ അറിയണം. സോണിയാക്ക് എടുത്തണോ എന്നാണ് എന്തോ മീൻകറി വെച്ച് നമ്മളെ കോവിഡ് വരുന്നതിന് അതിന് എന്താ മീൻകറി വെക്കാറ് മീൻകറി വെക്കുന്നുണ്ടെന്നും മീൻകറിയാണ് വെച്ചത്. പിന്നെ അപ്രാവ് പറയുന്ന സാധനം അതിനകത്ത് ചേനയും കാച്ചിലും ഒക്കെയാണ്. ചേനയും കാച്ചിലും പത്രത്തിനകത്ത് ചേനയും കാച്ചിലും വന്നില്ല. അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോഴത്തേക്കും അഴിച്ചങ്ങ് തീർപ്പിക്കാൻ എന്തോന്ന് അറിയത്തില്ല. ആൾമാറാട്ടക്കാരും കുറെ ആൾമാറാട്ടോ കുറെ അവരാഴ്ച നടക്കുക. ഒരാൾമാരും കുറെ കഥയുണ്ടാക്കി നടക്കുക. എന്താ കഥയാണെന്നാ എന്താ കഥയാണ് സമ്മന്തക്കഥ ഉണ്ടാക്കുമ്പോൾ എന്താ സമ്മന്തക്കഥയാ എന്താ സമ്മന്തക്കഥ ഉണ്ടാക്കുന്നത് മനസ്സിലാവുന്നില്ലേ? എന്താ സമ്മന്തക്കഥ ഉണ്ടാക്കുക? ചമ്മന്തക്കഥ ഉണ്ടാക്കാൻ നടക്കുന്നത് ചമ്മന്തക്കഥ എന്താ ചമ്മന്തക്കഥയാ? ചമ്മന്തം നടക്കും. ഇവിടെ ചമ്മന്തം കഴിക്കുന്നത് ഞാൻ പറഞ്ഞു രാജസ്ഥാനി മുകേഷ് കുമാർ ഉണ്ട്. കണ്ടവരൊന്നും ചമ്മന്തം കഴിക്കാൻ ഇരിക്കുകയല്ല. മനസ്സിലായില്ലോ? ചമ്മന്തം കഴിക്കാൻ ഇരിക്കുകയല്ല. കണ്ടവരൊന്നും ഇവിടെ വെച്ചിട്ടില്ല. പണ്ട് കുറെ കഥയൊക്കെ ഉണ്ടാക്കി കണ്ടവരൊന്നും ഇവിടെ വെച്ചിട്ടില്ല. ഒരാളെ എന്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ വീട്ടിലാണ് 3 ക്യാമറ തോന്നാതെ എടുക്കണോ? എന്റെ വീട്ടിലാണ് 3 ക്യാമറ. അല്ലാതെ കണ്ടവരുടെ വീട്ടിലൊന്നുമല്ല 3 ക്യാമറ ഇരിക്കുന്നത്. സഹകരണത്തിലാണ് 3 ക്യാമറ. കൂട്ടങ്ങളൊക്കെ കണിയാൻ്റെ സ്വന്തം ഇങ്ങോട്ടിരിക്കണം പറയണം. കണിയാൻ സുബ്രഹ്മണ്യന്റെ കണിയാന്റെ പോക്കാട് വളർന്നു കൊടുക്കുന്നവന്മാരൊക്കെ ആണെങ്കിൽ അവളുമായി പോയി മറ്റി കൊടുക്കാൻ പറയണം. എന്റെ അടുക്കള കേട്ടോ വരികയാണ് ഞാൻ വിടാവുന്നത്. വെച്ചോണ്ടിരിക്കുന്നവരൊക്കെ നല്ലവരറിയാം. വെച്ചോണ്ടിരിക്കുന്നവനെയൊക്കെ ആരാണെന്നുള്ളത് മറ്റവരെ കൂടെ വെള്ളമായി വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഇങ്ങോട്ട് വേണം. വെച്ചോണ്ടിരിക്കുന്നവന്മാരൊക്കെ വെച്ചോണ്ടിരുന്നാൽ മതി. ഇങ്ങോട്ട് ഇവിടെ കേൾക്കുന്നത് കേൾക്കട്ടെ. ഇതിനെ ശരിയാക്കി വിടും. ഇവൻ ഈ പടി കടക്കത്തില്ല. ഈ പടി കടക്കത്തില്ല സുബ്രഹ്മണ്യൻ. ഇവൻ ഈ പടി കടക്കത്തില്ല കേട്ടോ. ഈ പടി ഇവനെ കടക്കത്തില്ല. ഇവിടെ ഒന്നും നല്ലവണ്ടേ സുബ്രഹ്മണ്യനൊന്നും. കണിയാന്റെ മോനെയൊന്നും വെച്ചോണ്ടിരിക്കാനല്ല. കണിയാന്റെ മോനെയൊന്നും വെച്ചോണ്ടിരിക്കുകയാണ് എന്റെ ജോലി. കണിയാന്റെ തെമ്മാടി കണിയാന്റെ മോനെയൊന്നും വെച്ചോണ്ടിരിക്കുകയാണ് എന്റെ ജോലി കേട്ടോ. കണിയാന്റെ മോനെയൊന്നും വെച്ച് ഉറപ്പിക്കുകയാണ് എന്റെ ജോലി. മനസ്സിലായോ? എന്റെ കണിയാന്റെ മോനെയൊന്നും വെച്ച് ഉറപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്റെ ജോലി. എന്താ കണിയാൻ ഉണ്ടാക്കുന്നത്? കണിയാൻ കഥ ഉണ്ടാക്കണം. കുറെ മാസ്ക് വെച്ചോണ്ടാണ് കുറെ മാസ്ക് വെച്ചോണ്ട് വന്ന് കഥ ഉണ്ടാക്കുന്നത്. എന്താ കഥ ഉണ്ടാക്കുക? എന്റെ കണിയാന്റെ മോനെയൊന്നും വെച്ചോണ്ടിരിക്കുന്നത് എന്റെ ജോലി. കണിയാന്റെ മോനെയൊന്നും വെച്ചോണ്ടിരിക്കാൻ ഇതൊന്നും എനിക്കില്ല കേട്ടോ. ഹലോ, ഞാനേ രാജസ്ഥാനി മുകേഷ് കുമാറിനെ വിളിക്കാൻ പോലെ അഡ്വക്കേറ്റ് അല്ലാതെ കല്യാണ മോനൊന്നുമല്ല. കല്യാണം അല്ലെ നല്ലത് എത്രയാണെന്ന് പറഞ്ഞ് കണ്ടിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വല്ലതും നോക്കിയാൽ മതി കേട്ടോ. കേട്ടോ ഈ അല്ലാതെ കണ്ടവരെയൊന്നും വെച്ചോണ്ടിരിക്കാനല്ല. രാജസ്ഥാനി മുക്കുംപുരനെ മുകേഷ് കുമാറിനെ ഇതാക്കാൻ
മാളവിക ബിജു ഇവിടെ വന്നെന്നുള്ളത് ഞാൻ തെളിവുണ്ടാക്കുകയും ചെയ്യും. ഇവിടെ ക്യാമറ 3 വെച്ചുണ്ട്, അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? ഹലോ ഹലോ ആ അത്രേ ഉള്ളൂ. അന്നത്തെ കുറെ ഡ്രാമയൊക്കെ നടക്കുന്നുണ്ട്. ആ ഡ്രാമയൊന്നും വേണ്ട ഇവിടെ. ഡ്രാമ കൈവയ്ക്കുന്ന മതി. ഏതാണെന്റെ ഹലോ 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 എന്താ പേടിയാണോ വരാന്? പേടിയാണോ വരാൻ? അതെന്താ അതെന്താ? അപ്പൊ അങ്ങനെയുള്ള ഇതിലാണോ നിന്നെ വിടുന്നത്? അത് ഞാൻ ചോദിക്കാം, അത് വരുന്നോ വരുന്നില്ലയോ? ആ ആ എങ്ങനെയായാലും നിനക്ക് പേടിയൊന്നുമില്ല. യൂട്യൂബിനകത്ത് ഇവിടെ എല്ലാ ചാനലുണ്ട്, അതിനകത്ത് വരുന്നത് ആളുകൾ അത്രേ ഉള്ളൂ. അതായത് അതെന്താ പേടിക്കാനാ? ഹലോ ആ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉറക്കം വിളിക്കും മാളവിക അല്ലാതെ എന്തുവാ നീ ഇന്നാളെ പറയൂ എന്റെ പേര് വിളിക്കരുത്, ആരും അറിയരുത് ഞാനാ വന്നേന്ന്. അങ്ങനെയൊന്നും പറ്റത്തില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അറിയാതെ വരുന്ന നീ വരേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ട് വരുന്ന വരവൊക്കെ മതി. ഇങ്ങോട്ട് വരുന്നതിനുള്ള അറിഞ്ഞോണ്ട് വരുന്ന വരവൊക്കെ മതി. അല്ലാതെ ഒന്നും വരണ്ട. ഇവിടെ ഞാൻ വിളിക്കും ആരെന്ന് ഇവന്മാരെ കൊണ്ട് നിന്റെ അവനുമായിട്ട് നല്ല കോണ്ടാക്ട് ആണോ? ആണോ? അതെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ അവനറിയാനേ യൂപി എന്ന് പറയുന്നത് അവനറിയാൻ അവന്റെ കഴിവെന്ന് അറിയാൻ ഇവന്മാരെല്ലാം പറയുന്നുണ്ടോ അവനോട്? അതായിരിക്കും അറിയേണ്ടത്. ഹലോ അതുപോലെ ഞാൻ മാധുവിനോട് വിളിച്ച് പറഞ്ഞായിരുന്നു നിന്റെ പേര് ഞാൻ ഉറക്കം വിളിക്കും. അതുപോലെ നീയാണ് ഇവിടെ വരുന്നതെന്ന് പറയുന്നത് തെളിവ് ഞാൻ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും അപ്ലോഡ് ചെയ്യുന്നത്. അന്നേരം